രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച ഫണ്ട് SDP-ക്ക് ലഭിച്ചെന്ന് ED. SDP-യെ നിയന്ത്രിക്കുന്നതും പ്രവർത്തനത്തിന് പണം നൽകുന്നതും പോപ്പുലർ ഫ്രണ്ടാണ്. പണം പിരിച്ചതിന്റെയും വിനിയോഗിച്ചതിന്റെയും തെളിവുകൾ ED-ക്ക് ലഭിച്ചു. 24 ബ്രേക്കിംഗ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, ആ റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ്? ലക്ഷ്മി, ഒരു നിരോധനത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ റിലീസും ED-യുടെ നടപടികളും. കാരണം മുൻപ് പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട നിരോധനം നടക്കുന്ന ഘട്ടത്തിൽ അതിനു മുൻപ് ഇത്തരം ചില നടപടികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നും പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കിട്ടുന്ന വിവരം, രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പോപ്പുലർ ഫണ്ടിന് ലഭിച്ചിട്ടുള്ള അവർ സ്വരൂപിച്ച ഫണ്ട് SDP-ക്കും കിട്ടി എന്നാണ് ഇപ്പോൾ ED പറയുന്നത്. SDP-യെ നിയന്ത്രിക്കുന്നതും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും നിരോധിത സംഘടനയായ പോപ്പുലർ ഫണ്ടാണ്. ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നതും നിരോധിത സംഘടനയായ പോപ്പുലർ ഫണ്ടാണ്. രണ്ട് സംഘടനകൾക്കും ഒരേ നേതൃത്വവും അണികളും ആണ് എന്ന് ED പറയുന്നു. നയരൂപീകരണം, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൽ, പൊതുപരിപാടികൾ, കേഡർ മൊബിലൈസേഷൻ എന്നിവയ്ക്കെല്ലാം SDP-ഐ പോപ്പുലർ ഫണ്ടിനെ ആശ്രയിക്കുന്നു എന്നവർ പറയുന്നു. കോഴിക്കോട് പോപ്പുലർ ഫണ്ടിന്റെ ആസ്ഥാനത്തു നിന്നും തെളിവുകൾ കണ്ടെത്തിയതായി ED പറയുന്നു. SDP-ക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫണ്ട് പണം പിരിച്ചു എന്നവർ പറയുന്നു. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി 3,75,00,000 രൂപ നൽകിയതിന്റെ രേഖകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനത്തിനായി PFI പിരിച്ച പണത്തിന്റെ വിഹിതം MK ഫൈസി, അത് SDP-യുടെ ദേശീയ അധ്യക്ഷനാണ്, MK ഫൈസി കൈപ്പറ്റിയെന്നും അതിന്റെ രേഖകൾ കിട്ടിയെന്നും ED പറയുന്നു. 12 തവണ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും MK ഫൈസി ഹാജരായില്ല എന്നുള്ളതാണ് ED വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ MK ഫൈസി ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ അറസ്റ്റിലായിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ റിലീസും അതിന്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിലൊരു കാര്യം, ആ രേഖകളുടെ പകർപ്പടക്കമാണ് ED ഇപ്പോൾ ഇത് പുറത്തുവിടുന്നത്. മുൻപെങ്ങും ഇത്തരത്തിൽ തങ്ങൾ പിടിച്ചെടുത്ത രേഖകളുടെ പകർപ്പൊന്നും ED പുറത്തുവിട്ടിട്ടില്ല. അതാണ് നിരോധനത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന സംശയം നിഴലിക്കുന്നത്. ഇതിൽ ഓക്കെ, ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. PFIക്ക് പിന്നാലെ മറ്റൊരു സംഘടനാ നിരോധനത്തിലൂടെ കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന സംശയം ഉണ്ടാക്കുന്ന റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ശ്രീകാന്ത് പറഞ്ഞത്.